ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. എന്നെ ഇപ്പൊ കണ്ടു കഴിഞ്ഞാൽ ആകെ പ്രശ്നമാവും. എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് രക്ഷപ്പെട്ടേ പറ്റോ? അതെ, നീ ആരാ എന്താന്നൊക്കെ എനിക്ക് മനസ്സിലായി. ഞാൻ പറയുന്ന പോലെയൊക്കെ കേട്ടാ നിനക്ക് ഒരു കുഴപ്പവും വരാതെ ഞാൻ നോക്കിക്കൊള്ളും. നിനക്ക് എവിടെയാ പോണ്ടെന്ന് വെച്ചാ ഞാൻ കൊണ്ടുവിടാം. സാറേ, അങ്ങനെ എല്ലാവരെയും കൊണ്ടുവിടാൻ നിന്നാ സാറ് കുറച്ച് ബുദ്ധിമുട്ടുമല്ലോ. അത് പിന്നെ ഇവള് പാവാണേ. നമ്മളായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടിപ്പിക്കണ്ട. ദേ, ഇവക്ക് വാഷ്റൂമിൽ പോണോന്ന് ഞാൻ പറഞ്ഞ് ലത വന്നിട്ടേ പറ്റുള്ളൂന്ന്. എന്നോട് തന്നെ വേണോ സാറേ ഇത്? സാറിനെ ഞാൻ എത്ര കാലമായിട്ട് കാണാൻ തുടങ്ങിയതാ. നിനക്ക് ടോയ്ലറ്റിൽ പോണോടി? വേണ്ട, ഇപ്പൊ പോണ്ട. എന്നാ വാ. നിനക്ക് വാഷ്റൂമിൽ പോണെങ്കിൽ ദേ അവിടെയാ വാഷ്റൂം. നിന്റെ വീട്ടുകാരുടെ നമ്പർ ഇങ്ങെടുത്തേ. എന്താടി, ഞാൻ ചോദിച്ചത് കേട്ടില്ലേ? കേട്ടു. തരാം, ഇപ്പൊ തരാം. നിന്റെ കയ്യിൽ മൊബൈൽ ഫോൺ ഇല്ലേടി? എന്നാ എടുക്ക. ഈശ്വര, ഞാൻ മൊബൈൽ കൊടുത്താ ഞാൻ ആരാണെന്ന് ഇവരറിയും. എന്ത് ചെയ്യും? എടുക്കടി. താ. എന്നിട്ടാ കടലാസ് എവിടെ? അത് കാണാനില്ല. അത് കൊള്ളാം. നീ ഒരു ഒന്നാം തരം ഉടായിപ്പാണല്ലോടി. നിന്റെ ID കാർഡ് എടുത്തേ. ഇനിയിപ്പൊ അതും കയ്യിലില്ലാന്ന് പറയോ? ഇല്ല, എന്റെ കയ്യിലുണ്ടാവും. അർച്ചന, സത്യം പറയടി, നീ എവിടുന്നാ വന്നേ? ലതേ, ഞാനിപ്പോ പോണതാ നിന്റെ ഭാഗ്യം. പോയിട്ട് വരുന്നതിനിടയ്ക്ക് എന്റെ ചോദ്യത്തിനുള്ള ഉത്തരം നീ കണ്ടുവച്ചേക്കണം. അല്ലെങ്കിൽ എന്റെ സ്വഭാവം മാറും. പറഞ്ഞേക്കാം. ലതേ, അവളെന്തെങ്കിലും പറഞ്ഞായിരുന്നോ? അവളെ കയ്യിൽ ID കാർഡൊക്കെ ഉണ്ട് സാർ. അവള് തട്ടിപ്പേരിയാണെന്ന് തോന്നുന്നില്ല. എന്തായാലും ഇന്ന് രാത്രി അവളിവിടെ നിക്കട്ടെ. ആ വീട് ഏതാണെന്ന് കണ്ടുപിടിച്ചിട്ട് രാവിലെ തന്നെ കൊണ്ടുവിടാനുള്ള ഏർപ്പാട് ചെയ്താൽ മതി. ശരി മാഡം. പിന്നെ ആ ചന്ദ്രൻ സാറ്, അയാളെ ഞാൻ കൊണ്ടുപോയിക്കോളാം. ലത എന്തായാലും ഇനിയിപ്പോ വരണ്ട. അവളുടെ കാര്യം നോക്കി ഇവിടെ നിന്നാ മതി. ശരി മാഡം. എന്നെ ഇപ്പൊ കണ്ടു കഴിഞ്ഞാൽ ആകെ പ്രശ്നമാവും. എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് രക്ഷപ്പെട്ടേ പറ്റോ? എന്ത് ചെയ്യാനാ? മാഡം, CSR ഉണ്ടോ? സാറ് വീട്ടിൽ പോയല്ലോ. എന്താ കാര്യം? എന്തു പറ്റി? മാഡം, ഞാൻ നേരത്തെ ഒരു കംപ്ലൈന്റ് കൊടുത്തിരുന്നു. എന്ത് കംപ്ലൈന്റാ താൻ കൊടുത്തേ? മാഡം, ഭർത്താവിനോട് പിണങ്ങി എന്റെ പെങ്ങള് കുഞ്ഞിനെ എടുത്തുകൊണ്ട് എങ്ങോട്ടൊക്കെ പോയി. കുടുംബത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് പറഞ്ഞു തീർക്കണ്ടേ? അല്ലാതെ ഇത്രയ്ക്ക് പ്രശ്നമാവുന്നത് വരെ വച്ചുകൊണ്ടിരിക്കുകയാണോ ചെയ്യേണ്ടത്? അവർ തമ്മിൽ അങ്ങനെ പ്രശ്നമൊന്നും ഇല്ലായിരുന്നു മാഡം. വളരെ സന്തോഷത്തിലും സമാധാനത്തിലുമാണ് ജീവിച്ചിരുന്നത്. പക്ഷേ കഴിഞ്ഞ ദിവസം എല്ലാം തകിടം മറിഞ്ഞു.
നിങ്ങളുടെ സഹോദരിക്ക് എത്ര വയസ്സുണ്ട്? 27. അപ്പൊ കുഞ്ഞിനോ? ഒരു 6 മാസം ആയിട്ടില്ല. താൻ അവരുടെ ഫോട്ടോ ഒന്ന് കാണിച്ചേ. മാഡം ഇതല്ലേ അവള്? എടോ, തന്റെ പെങ്ങളും കൊച്ചി ഇവിടെയുണ്ട്. 5 മിനിറ്റ് മുമ്പ് ഞങ്ങൾ അവളെ ബസ് സ്റ്റോപ്പിൽ നിന്ന് പിടിച്ചോണ്ട് വന്നത്. എവിടെ മാഡം? എവിടെ എന്റെ പെങ്ങളും കുഞ്ഞും? ലതേ, അവളെ ഇങ്ങോട്ട് വിളിച്ചേ. ഇവളെവിടെ പോയി? വാഷ്റൂം തുറന്നു കിടക്കാണല്ലോ. ഇവള് പിന്നെ എവിടെ പോവാൻ? തന്റെ പേരും അഡ്രസ്സും ഇവിടെ എഴുതി വെച്ചേക്കണം. ശരി മാഡം. മാഡം, അവള് രക്ഷപ്പെട്ടു. അവിടെ കാണാനില്ല. മാഡം, എങ്ങനെയെങ്കിലും എന്റെ പെങ്ങളെ മോളെ കണ്ടുപിടിക്കണം. വാടോ. ശരി മാഡം. ചേട്ടാ, ചേട്ടാ. ആരടാ ഇത്? എന്തോന്ന് ചേട്ടാ, ഉറങ്ങാനും സമ്മതിക്കത്തില്ലേ? എനിക്കൊരു ഓട്ടം പോണായിരുന്നു. ഈ വണ്ടി ഇനി ഓട്ടം പോകുന്നില്ല. നിങ്ങൾ വേറെ വണ്ടി നോക്കിക്കോ. എന്താ പോവാത്തെ? ഇത് ടാക്സി ആണല്ലോ. ചേട്ടാ, ഇന്നലെ രാത്രി മുതൽ ഈ നേരം വരെ ഞാൻ ഓടുമായിരുന്നു. ഇനിയും ഓടിയാൽ എവിടെയെങ്കിലും പോയി ഇടിക്കും. അതുകൊണ്ട് ഒന്ന് ഉറങ്ങാൻ വേണ്ടിയിട്ടാണ് ഞാനിത് ഇവിടെ നിർത്തിയിട്ടിരിക്കുന്നത്. ഇന്നിനി ഓടുന്നില്ല. ചേട്ടൻ വേറെ വണ്ടി നോക്കിയേ പ്ലീസ്. ചേട്ടാ, ഇവിടെ വേറെ ടാക്സി ഒന്നും കാണുന്നില്ലല്ലോ. അതിപ്പോ എന്റെ കുഴപ്പമാണോ? നിങ്ങൾ വേറെ വണ്ടി നോക്കണം. ചേട്ടാ, എനിക്ക് നല്ല ക്ഷീണമുണ്ട്.